കിച്ചൺ ടീം എപ്പോഴും കളിയാണല്ലോ. അവർക്ക് എപ്പോഴും കളിക്കാലോ. നിന്നെ നിന്റെ കിച്ചു കണ്ടിട്ടുണ്ട്. അവനൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. എനിക്ക് തോന്നുന്നില്ല അവന് നിന്നോട് ഇഷ്ടമുണ്ടെന്ന്. ഹെടി, നിനക്കത് വെറുതെ തോന്നുക. അവൻ എന്റെ മൈൻഡൊക്കെ ആക്കാറുണ്ട്, പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ചത് കാണിക്കാറില്ല. അല്ലടാ, നിന്റെ പുറത്തേക്കുള്ള വിസ വന്നോ? നോക്കുന്നുണ്ട്. നാട്ടിൽ തന്നെ എന്താക്കാനാ? അല്ലല്ലോ, ഇവിടുത്തെ ഫുട്ബോൾ ആയിട്ട് കളിച്ചിട്ട് ഒരു കാര്യമില്ല. ശരിയാ. നമ്മളെ കുഞ്ഞല്ലാതെ കുഞ്ഞാ എന്റെ കല്യാണൊക്കെ എന്തായി? അല്ല, നമ്മളെല്ലാം വിളിക്കുവാ. പഠിച്ചോനെ നിങ്ങളറിയൂല? ഇല്ല. നാട്ടിലൊക്കെ പാട്ടാ. ആരാ അറിയോ? ആരാ? നമ്മളെ രേഖേച്ചി. രേഖേച്ചിയോ? നീ അങ്ങനെ വളച്ചേ? വളയ്ക്കാനോ? നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ല? ഇല്ല. പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള രജിസ്റ്റർ ഓഫീസിന്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞു നമ്മളെ ബ്രോക്കർ. ആടല്ലേ വിളിക്കൂല കല്യാണത്തിന്? നീ അങ്ങനെ ഒപ്പിച്ചേ? അതൊക്കെ നമ്മളെ ഒപ്പിച്ച് ചോദിക്കട്ട്. നാണം ചെക്കണ കല്യാണം വിളിക്കണം. നെഞ്ചിലുള്ള ആര് നിന്റെ? രേഖേച്ചിയോ? നീ എങ്ങനെ ഒപ്പിച്ചേ? രേഖേച്ചി തന്ന. നീ ഇങ്ങനെ നടന്നോ? നീ എങ്ങനെ ഒപ്പിച്ചേ? അത് ബ്രോക്കർ പറഞ്ഞിട്ട് ആരോടും പറയണ്ടാന്ന്. അത് ഓൽക്ക് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ആൾക്കാരാ ഇഷ്ടം. ഇനി പിന്നെ മോഡേണായോണ്ട് പ്രശ്നം. അല്ല, എന്റെ പേന്റെ ഷർട്ടൊക്കെ അല്ല കേട്ടോ. ആരെ? രേഖേച്ചി പറഞ്ഞതാ എങ്ങനെ കുറച്ചും കൂടി കേട്ടാൻ തോന്നുന്നു. ഫാഷനിതാ. ഇതാ ഫാഷനിതാ. എന്നാലും എന്റെ അതിന്റെ ഓള് വീണില്ലേ? അമ്മേ, ഞാൻ പോണ്ടാ. കിച്ചു നിക്കടാ. ആ മീൻ വാങ്ങാനുള്ള പൈസ എടുത്തിട്ട് പോട്. അത് അച്ഛൻ വരുമ്പോ കൊണ്ടുവരും അമ്മേ. എടാ, അച്ഛൻ വരുമ്പോ വൈകൂ. അത് അച്ഛൻ വരുമ്പോ കൊണ്ടുവരും, ഞാൻ കളിച്ചിട്ട് വരാം. മീൻ വാങ്ങാൻ പറയുമ്പോ അവന്റെ ഒരു ഉമ്മ. എടാ കിച്ചേ, പൊന്നമ്മ കളിക്കാൻ പോവാണ് പിന്നീന്ന് വിളിക്കണേ. ഓ ഈ ചെക്കന്റെ ഒരു കാര്യം. അമ്മ മീൻ മാറ്റി പിടിക്കുന്നെങ്കിലും. ബ്ലോക്ക് ചെയ്യടാ. പിന്നടുത്ത് ഇത് എങ്ങനെയോട് നോക്കുന്നു? എന്തോ ഫൗള് ചെയ്യണേ? എന്താ ഫൗള് ചെയ്യണേന്ന്? എന്ത് ആര് കളിച്ച് ജയിക്കടാ? അവന്റെ ഒരു കളിച്ചെന്നെ ജയിക്കാൻ പോകുന്നേ. നീ കൊറേ നാളാണെന്ന് ഫൗള് കളിക്കണേ. എന്ത് ഫൗളല്ല? ഒന്ന് ഹലോ 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 വിലാടാ, ഇയാളെന്താ വിളിച്ചിട്ട് കിട്ടാതെ? ഹലോ വിലാടാ, ഹലോ വിലാടാ, എന്തായി നമ്മുടെ രേഖന്റെ കാര്യം? വേഗം നടക്കുവോ? ആണോ? എനിക്കെന്നെ കിട്ടുമല്ലേ? ആണോ? ഓക്കെ. പ്രക്രിയ തീരുമാനമായില്ല, പ്രതിസന്ധി രൂക്ഷം. അല്ല സന്ദീപേ, അന്റെ പാർട്ടിയല്ലോടെ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഉളുപ്പുണ്ടാ എനക്ക്? പഞ്ചായത്തിന് പൈസ മുഴുവൻ കട്ട മുടിച്ചില്ല എന്റെ പാർട്ടി. എന്ത് പാർട്ടി, എന്ത് ഭരണം അവിടെ നടത്തുന്നത്? മാമ, നിങ്ങളെ പ്രായമൊന്നും ഞാൻ നോക്കൂലേ കേട്ടോ. എന്റെ പാർട്ടിയെ കൊണ്ട് പറഞ്ഞാണ്ടല്ലോ, നിങ്ങളൊക്കെ കട്ടുമുടിച്ച് നടന്നൊരു ഭരണമടം ഉണ്ടേന്. നോക്കി ഇതാ മാമ, നിങ്ങളെ പാർട്ടിക്കാരാ. അതിനേക്കാ വലിയ തട്ടിപ്പിന്റെ അർത്ഥം ഇവിടെ ഉണ്ടാ. ഇതിപ്പോ നിങ്ങൾ നമ്മളത് മാത്രമേ കാണുള്ളൂ അല്ലേ? വേറൊരു പാർട്ടിന്റെ നിങ്ങൾ കാണൂല. കിട്ടുന്നൊക്കെ നീയൊക്കെ വീതിച്ചെടുക്കല്ലേ? അനക്ക് എത്ര കിട്ടി?
നമ്മളെ റോഡിന്റെ അവസ്ഥ കണ്ടത് അല്ലെന്ന് നിങ്ങൾക്ക് നിങ്ങളെ പാർട്ടിയുടെ കാര്യം നോക്കിയാ പോലെ പത്രത്തിൽ കിടക്കുന്ന വാർത്ത കണ്ടോ? അവല് കുത്തിയ പഴം പോലെ ആയാലോ പാർട്ടിയെ പോലെ ഒന്ന് അങ്ങോട്ട് എന്തേ പറ്റിയോ മാമ? ഞാൻ പറഞ്ഞ ലേസിന്റെ കാര്യം ഇപ്പൊ എടുക്കല്ലേ? ഞാനിവിടെ ചന്തിയും കുത്തി വീണപ്പോ നീ എന്നെ എടുക്കാൻ വന്നില്ല, നീ എന്നെ LIC എടുപ്പിക്കാൻ വന്ന. ഈ കാര്യവും പറഞ്ഞ് നീ എന്റെ വീടിന്റെ പരിസരത്ത് വന്ന കാളി ഞാൻ ചവിട്ടി ഓടിക്കും. ഓ എന്നെ കണ്ടപ്പടി നോക്കണ്ടേ? പിന്നെ നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ കിച്ചുവിന് സന്തോഷ് ട്രോഫിയിൽ സെലക്ഷൻ കിട്ടി. ദാ പേപ്പറിലുണ്ട്. ഓൻ അവിടെ എത്തുന്നു പണ്ടേ നമുക്ക് അറിയണ കാര്യല്ലേ. തന്നെ നമ്മളെ കളി കണ്ടിട്ടില്ല ഓൻ പഠിച്ചത്. ഏത് നമ്മുടെ കിച്ചുവിന്റെ അച്ഛൻ കുഞ്ഞിരാമനെ നല്ലൊരു കളിക്കാരനായിരുന്നു. ശരിയാ. ഓ വരിയടാ ഒരു ചായ കുടിക്കാം. പ്രസിഡന്റ് പാലും പഞ്ചസാരയും കൂട്ടിട്ട് ഒരു അടിപൊളി ചായ ഇട്ടേ. അതെ, പാല് വേണമെങ്കിൽ എത്രയും കൂട്ടിക്കും, പക്ഷെ പഞ്ചാര കൂട്ടണ്ട. പഞ്ചാരയുള്ള ആദ്യത്തെ പ്രസിഡന്റ്. അപ്പൊ പാലില്ലാത്ത ചായയാണോ ഉമ്മക്കൊക്കെ തരുന്നത്? ഞാനതൊരു ഓളത്തിന് പറഞ്ഞാണ്ടോ, നിജായ്മ പിടിച്ച് തൂങ്ങാൻ നിക്കണ്ട. അല്ല ആ ഇനിയിപ്പോ അത് പറഞ്ഞോളി. അല്ലടോ, നിങ്ങളൊരു കാര്യം അറിഞ്ഞില്ലേ, നമ്മളെ കിച്ചുവിന് സന്തോഷ് ട്രോഫി ടീമിൽ സെലക്ഷൻ ഉണ്ട്. അത് തന്നെ. അതെ, ഓയെ കോച്ചിങ് ക്യാമ്പിന് പോകുന്നതിന് മുമ്പേ പഞ്ചായത്തിന്റെയും ക്ലബിന്റെയും വക നമുക്കൊരു യാത്രയിൽ കൊടുക്കണ്ടേ? അതെന്തായാലും വേണം. കിച്ചുവിന്റെ പേരെ കളിച്ചു വളർന്നതാ ഞാന്. അതിന്റെ സന്തോഷം എനിക്കുണ്ട്. ചായക്ക് പൈസ നോക്കി അന്നത്തെ ചായ എന്റെ ഒക്കെ ഫ്രീ. ആയിക്കോട്ടെ. ഓന് കളിച്ച് വലിയ ആളാവണമെന്ന് പണ്ടേ ഓൻ വിചാരിച്ച. എമ്മാരി കളിയ മക്കളെ നിങ്ങൾ കണ്ടിരുന്നത് പൊളിക്കും. എടോ, ഓൻ ഇവിടെ പഞ്ചായത്തിന്റെ മുത്താണ്ടോ. ഈ പരിപാടി നമുക്ക് ഗംഭീരാക്കണം പ്രസിഡന്റ്. ആക്കണടോ. ടിപ്പു, നമുക്ക് വാർഷികാഘോഷത്തിന്റെ കാര്യം ആലോചിക്കൊന്നും ഞാനും വരാം. എന്താണെടോ പണിക്കൊന്നും പോവാതെ എന്ത് കോലാടാ അത്? പുയ്യാപ്പിള കോട്ടും സൂട്ടും ഇട്ടിട്ട് പിന്നെ രണ്ട് പുയ്യാപ്പിളമാര്. അബിയേ വെള്ളമൊക്കെ കുറഞ്ഞോ പോയാലേ? എടാ മോനെ സൂക്ഷിച്ചൊക്കെ പോണേ. പോടാ കൊരങ്ങ. കിട്ടിയില്ലോ. കിട്ടിയില്ലേ? വല്ല കാര്യം കിച്ചോ എന്തേടാ? മാറ് കിച്ചോ. എന്താണ് മനുഷ്യന്റെ ശ്രദ്ധ? പിന്നെ കിച്ചോ എന്താണ് മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കാൻ? ശരി, അവിടെ ആയിരുന്നില്ലേ ശ്രദ്ധ. എടാ, ഇത്രയും കാലായിട്ട് ഇനി ഓളെടുത്ത് പോയി ഒന്ന് സംസാരിച്ചിക്കോ. കഷ്ടം. ടിപ്പു, ഇവന് സംസാരിക്ക. എടാ, ഇവന് ഇവിടെ കാണുമ്പോ തന്നെ പേടിയാടാ. ഒരു കാമുകം വന്നിരിക്കുന്നു. അല്ല ഞാനിങ്ങനെ എന്റെ ചങ്ങായി എന്ത് പൊട്ടിക്കലായത്. എങ്ങനുണ്ട്? ഓ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയണ നേരത്തെ ഇവന് ഈ പൊട്ടിക്കണ അസുഖം പണ്ടേളതാ. എടാ, നിന്റെ ആള് വന്നടാ, പോയി സംസാരിക്കടാ. എടാ, ആദ്യം അവരൊന്നും ഇങ്ങോട്ട് എത്തട്ടെ. എടാ, ഓളോട് സംസാരിക്കാൻ പറ്റിയ ബെസ്റ്റ് ചാൻസ് ഇതാട്ടോ. എടാ, ഓളെ കണ്ടിട്ട് ആടെ പേടിച്ച് മൂത്രം നോക്കിയല്ലോ. എടാ ചെല്ലടാ, പോയി സംസാരിക്കടാ. ഞാൻ എങ്ങനെ സംസാരിക്കാനാണ്? എന്തായാലും പറയണം. ഇപ്പോ എപ്പോ? ഓടാ ഓടാ, പോയി പറ. എന്റെ ഒരു ഒലക്കമ്മത്തെ പേടി. ഓടാ പോയി മിന്നു. ആ എന്താ കിച്ചു? എന്തോ പറയാനുണ്ടല്ലോ. അതൊക്കെ പറയാനുള്ള കാര്യം പറയാ. അവർക്കെന്തോ അല്ല എനിക്കെന്തോ പറയാനുണ്ട്. എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ആണോ? ആ വായും തന്നെ കേക്കട്ടെ, പറ. സന്തോഷ് ട്രോഫി കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടി.
അതെന്താടി നിനക്കൊരു സന്തോഷമില്ലാത്ത മിന്നു? എടാ പൊട്ട, ഞാൻ ഇത് ഓൾറെഡി പത്രത്തിൽ നിന്ന് വായിച്ചു. പത്രത്തിലൊക്കെ വായിച്ചോ? ചേടാ, എന്നിട്ട് സന്തോഷായോ? എനിക്കെന്താ സന്തോഷം? പിന്നെ സന്തോഷം. എന്താ? ഞാൻ അന്ന് ബോള് തട്ടിക്കളിച്ചിട്ടല്ലേ കിച്ചു വലിയ കളിക്കാരനൊക്കെ ആയത്. അത് മറക്കരുത് കേട്ടോ. ഇല്ല, അത് ഞാൻ മറക്കില്ലല്ലോ മിന്നു. കിച്ചു വലിയ പെലയും മറഡോനയൊക്കെ ആയി കഴിഞ്ഞാ നമ്മളെയൊക്കെ മൈൻഡൊക്കെ ചെയ്യണേ. ഞാൻ മറക്കില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. അതെ, വലിയ ആളായി പട്ടണത്തിൽ കളിക്കാൻ പോകുമ്പോഴേ അവിടെ കൊറേ പെമ്പിള്ളാരുണ്ടാവും. അവരെങ്ങനെ വായി നോക്കിയാ ഇല്ലില്ല, എങ്ങനെ വായി നോക്കിയാ ഞാൻ അറിഞ്ഞ കൊല്ലില്ലേ. അതിന് മിന്നുന്റെ അത്ര സൗന്ദര്യമുള്ള ആരും അവിടെ ഇല്ലല്ലോ. ഇപ്പൊ അതൊക്കെ പറയും.